കേവലം 38 വോട്ടുകൾ. അതെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ അക്കമാണിത്. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ഹൃദയമായ പെരിന്തൽമണ്ണയിൽ ഇത്തവണ ആര് ചിരിക്കും? UDF കോട്ടകാക്കുമോ അതോ LDF ചെങ്കൊടി പാറിക്കുമോ? കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ നിർത്തി നമുക്കൊന്ന് പരിശോധിക്കാം. 2016 നിന്ന് തുടങ്ങാം. അന്ന് UDF-നായി മംഗലാംകുഴി അലി എത്തിയപ്പോൾ LDF ഇറക്കിയത് V ശശികുമാറിനെ. ഫലം വന്നപ്പോൾ അലി ജയിച്ചു. പക്ഷേ ഭൂരിപക്ഷം വെറും 579 വോട്ടുകൾ. മുസ്ലിം ലീഗിന്റെ ഉറച്ച മണ്ണിൽ ഇടതുമുന്നണി വലിയ വിള്ളലുണ്ടാക്കിയ വർഷമായിരുന്നു അത്. എന്നാൽ 2021 എത്തിയപ്പോൾ പോരാട്ടം അതിശക്തമായി. UDF-ന്റെ നജീബ് കാന്തപുരവും LDF-ന്റെ സ്വതന്ത്രൻ KPM മുസ്തഫയും തമ്മിലുള്ള പോരാട്ടം ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങിയത്. ഒടുവിൽ വിധി വന്നപ്പോൾ നജീബ് കാന്തപുരം ജയിച്ചത് വെറും 38 വോട്ടുകൾക്ക്. തപാൽ വോട്ടുകളുടെ തർക്കം ഇന്നും കോടതിയുടെ പരിഗണനയിലാണെന്നത് ഈ പോരാട്ടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. പക്ഷേ നിയമസഭയിലെ ഈ ചെറിയ ഭൂരിപക്ഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF തിരിച്ചുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മാത്രം ET മുഹമ്മദ് ബഷീറിന് 26,000 പരം വോട്ടുകളുടെ ബമ്പിച്ച ലീഡ് നേടാനായി. തൊട്ടു പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഭൂരിഭാഗം പഞ്ചായത്തുകളും നഗരസഭയും UDF-നൊപ്പം നിന്നു. ഇത് UDF ക്യാമ്പ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പെരിന്തൽമണ്ണ നഗരസഭയും പെരിന്തൽമണ്ണ താലൂക്കിലെ ആലിപ്പറമ്പ്, ഏലംകുളം, പുലാമാന്തോൾ, താഴേക്കാട്, വെട്ടത്തൂർ, മേലാറ്റൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പെരിന്തൽമണ്ണ നഗരസഭ UDF പിടിച്ചെടുത്തത്. 37 വാർഡുകളിൽ 21 UDF ജയിച്ചപ്പോൾ LDF-ന് കിട്ടിയത് 16 സീറ്റുകൾ. 1995 നഗരസഭ പിറവിയെടുത്ത ശേഷം നടന്ന 6 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷമായിരുന്നു പെരിന്തൽമണ്ണ ഭരിച്ചത്. ഇത്തവണ ചരിത്രം UDF തിരുത്തി. ഈ ആത്മവിശ്വാസവും UDF-നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് വികസന രാഷ്ട്രീയവും സ്ഥാനാർത്ഥി നിർണ്ണയവുമാകും. നജീബ് കാന്തപുരം മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പദ്ധതികൾ UDF-ന് അനുകൂലമായേക്കാം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാകും LDF ചർച്ചയാക്കുക. UDF-ൽ നജീബ് കാന്തപുരം തന്നെയാകും വീണ്ടും ജനവിധി തേടുന്നതിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് വലിയ മുൻതൂക്കം നൽകുന്നു. അട്ടിമറികളുടെ ചരിത്രമുള്ള പെരിന്തൽമണ്ണയിൽ ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥിയാകും LDF രംഗത്തിറക്കുക. KPM മുസ്തഫയെ പോലെ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരാളെ LDF വീണ്ടും കണ്ടെത്തുമോ എന്നതാണ് ചോദ്യം. യുവത്വത്തിന് മുൻഗണന നൽകിയാൽ DYFI ജില്ലാ സെക്രട്ടറിയായ ശ്യാമപ്രസാദിനെ ഇടതുപക്ഷം പരീക്ഷിച്ചേക്കാം. BJP നയിക്കുന്ന NDA മുന്നണിക്ക് ഏകദേശം 8,000 മുതൽ 10,000 വരെ വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇത്തവണ ഈ വോട്ടുകളിൽ ഉണ്ടാകുന്ന നേരിയ വർധനവോ കുറവോ UDF-ന്റെയും LDF-ന്റെയും ഭൂരിപക്ഷത്തെ സാരമായി ബാധിക്കും. അപ്പോൾ കണക്കുകൾ വ്യക്തമാണ്. പക്ഷേ രാഷ്ട്രീയം അങ്ങനെയല്ല. 2016 500 പരം വോട്ടുകൾക്ക് തുടങ്ങിയ ആ ചതുരംഗക്കളി 2021 വെറും 38 വോട്ടുകളെത്തി നിൽക്കുമ്പോൾ പെരിന്തൽമണ്ണയുടെ ഓരോ വോട്ടും വജ്രായുധമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഡും തദ്ദേശ ഭരണത്തിലെ കരുത്തും UDF-ന് ഉറച്ച ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട കോട്ട തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം ഒരുക്കുന്ന പുതിയ തന്ത്രങ്ങൾ എന്ത് മാറ്റമാകും മണ്ഡലത്തിൽ ഉണ്ടാക്കുകയെന്ന് കണ്ടറിയണം. ഇത് വെറും ജയപരാജയത്തിന്റെ പോരാട്ടമല്ല. വികസന രാഷ്ട്രീയവും വ്യക്തിപ്രഭാവവും രാഷ്ട്രീയ അടിയൊഴുക്കുകളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ത്രില്ലറാണ്. 38 എന്ന മാന്ത്രിക സംഖ്യ ചരിത്രത്തിന്റെ ഭാഗമാകുമോ അതോ വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിന്റെ തുടക്കമാകുമോ? മലപ്പുറത്തിന്റെ ഈ വിപ്ലവമണ്ണിൽ വിധി എഴുതാൻ ഇനി ദിവസങ്ങൾ മാത്രം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.